ഹായ് എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം തിരക്കിനിടയിൽ അല്പം നേരം എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടിപ്പട്ടാളാണ്. വെൽക്കം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശിവാനി എന്നാണ്. ഞാൻ ഇപ്പോൾ 10ൽ. എൻ്റെ പേര് അനിരുദ്ധ് എന്നാണ്. ഞാൻ 8ലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് നിരഞ്ജൻ എന്നാണ്. ഞാൻ ഇപ്പോൾ 10ലാണ്. എൻ്റെ പേര് നവൻലാൽ എന്നാണ്. ഞാൻ +2 കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ അല്പം നേരം എന്ന് പറഞ്ഞ മൂവിയിൽ എങ്ങനെ നിങ്ങൾ എത്തിപ്പെടുന്നത്? ജയൻ സർ ഞാൻ ജയൻ സാറിൻ്റെ മുമ്പൊരു മൂവി ചെയ്തിരുന്നു. അങ്ങനെ അത് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് മൂവിയിലാണ് എന്നെ വന്നത്. ലൈക്ക് ഓഡീഷൻ വഴിയാണോ അതോ? അതെ, ഓഡീഷൻ വഴി തന്നെയാണ് വന്നത്. ഓക്കെ, അനിരുദ്ധ എങ്ങനെ വരുന്നത്? ഞാൻ ടോൺസങ്ങളുടെ ഒപ്പം മനോരമ മ്യൂസിക്കിൽ 3 ഡാൻസ് ആൽബം സോങ് ചെയ്തിട്ടുണ്ടായി. പിന്നെ അതുവഴി വിളിച്ചാണ്, ടോൺസങ്ങൾ വിളിച്ചാണ് ജനങ്ങളുടെ അടുത്ത് വന്ന് സിനിമ. ഓഡീഷൻ ഒക്കെ ഉണ്ടായിരുന്നു? ജനങ്ങളെ കണ്ട് ജനങ്ങൾ മറ്റേ ഒരു ഓഡിഷൻ നടത്തി, അങ്ങനെ നടത്തി വിളിച്ചാണ്. ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് ജയൻ സാറ്. അന്നേരം ഇങ്ങനെ വിളിച്ചതാണ്. ഞാൻ ഇങ്ങനെ ഡാൻസ് ആയിരുന്നു ഫസ്റ്റ് ഫോക്കസ് ചെയ്യണേ. പിന്നെ ജയൻ സാറിന് ഇങ്ങനെ ഡാൻസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അപ്പം അങ്ങനെ വിളിച്ചതാണ്. ഒരു ഡെമോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ കയറ്റി സെറ്റായി. അപ്പൊ ഈ മൂവിയില് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ ടാഗ് ലൈനായ ഫോർ പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നൊക്കെയാണ്. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പും പെടുമല്ലോ. അപ്പൊ എന്ത് തോന്നുന്നു, എന്ത് ക്യാരക്ടറാണ് ഈ മൂവിയിലൂടെ നിങ്ങൾ ചെയ്യുന്നത്? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 4 പേരും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്, ഡിഫറെൻറ്റ് ഫാമിലിയാണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഇതിലൊരു ടീച്ചർ, ഒരു വിദ്യാർത്ഥി, ഒരു പാരൻറ്റ്, അതൊക്കെ നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു മെസ്സേജാണ്, ഒരു ഫീൽ ഗുഡ് മൂവിനേക്കാൾ കൂടുതൽ. പിന്നെ ഒരു ഡയറക്ടറിൻ്റെ ഇമാജിനേഷനേക്കാൾ ഉപരി ഇപ്പം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളതും കൂടി, പ്രസൻറ്റ് എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ ശിവാനിയുടെ ക്യാരക്ടറിനെ പറ്റി പറയാം. എൻ്റെ ക്യാരക്ടർ ഒരു സ്റ്റുഡൻ്റാണ്. ഗായത്രി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. നല്ല ക്യാരക്ടർ. ഭയങ്കര എനർജറ്റിക് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് സ്റ്റുഡൻ്റ് ആണോ? എക്സ്ട്രോവേർട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, നോർമൽ ഓക്കെയാണ്. അപ്പൊ ശിവാനിയുടെ ക്യാരക്ടർ വെച്ച് റിയൽ ശിവാനിയും ഗായത്രിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? റിയൽ ശിവാനി, അതെ, ഞാൻ കുറച്ചും കൂടി, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ആരെ കണ്ടാലും സംസാരിക്കണം, കളിക്കണം, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതിലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള. അപ്പൊ അനിരുദ്ധിന്റെ ക്യാരക്ടറൊക്കെയാണ്? എൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആൽവിൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഇപ്പൊ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാരക്ടറും കൂടിയല്ലേ? അല്ല, എല്ലാവരും ഒരേ ക്ലാസ്സിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ലൈക്ക് ഏജ് വൈസ് നോക്കുവാണെങ്കിൽ ഇപ്പൊ അനിരുദ്ധാണ് ചെറുത്. അപ്പൊ ഇവരും തമ്മിൽ എങ്ങനെ ഉണ്ടായിരുന്നു ബോണ്ട്? നല്ല ബോണ്ടാണ്. എങ്ങനെ കുഞ്ഞനിയൻ എന്നുള്ള ഒരു ബോണ്ടാണ്, അത് ഫ്രണ്ട്സ്? ഓക്കെ. ഞാൻ അതിൻ്റെ അകത്തൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടൊരു സപ്പോർട്ടിങ് ക്യാരക്ടർ. കഥാപാത്രത്തിൻ്റെ പേര് നിശാന്ത്. അപ്പൊ എങ്ങനെ റിയൽ ലൈഫിലും സപ്പോർട്ടിങ് ക്യാരക്ടറാണ്? അങ്ങനെയല്ല, റിയൽ ലൈഫിൽ ഇതും വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ. ആണല്ലേ. ഞാനെന്ന് പറഞ്ഞാൽ വീണ്ടും ഉപദേശിക്കണ ക്യാരക്ടറാണ്. ഒരു ചീത്ത കണ്ടവരെ കണ്ട് ശരിയാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ ക്യാരക്ടറാണ്. എങ്ങനെ തോന്നുന്നു, ഇങ്ങനെ ഉപദേശിക്കാൻ ബെസ്റ്റ് ആയിട്ട് തോന്നിയായിരുന്നോ? അതെ, ഉപദേശിക്കാൻ ആളൊക്കെയാണ്, ഭയങ്കര. റിയൽ ലൈഫിലല്ല കേട്ടോ, സിനിമയിൽ ഉപദേശിക്കാൻ ഓക്കെയാണ്. റിയൽ ലൈഫിൽ ആള് ഭയങ്കര ജോളി, അടിച്ചുപൊളി. അങ്ങനെ ആൾക്ക് ഇങ്ങനെ ഒരാളെ മാറ്റി നിർത്താം. ഇപ്പം ഇവര് ബോയ് ഗ്യാങ് ആയതുകൊണ്ട് ഞാൻ ഒറ്റൊരു ഗേളല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ആള് എടി നീ വാടി, കമോൺ കളിക്കാം, അങ്ങനെ ഭയങ്കര ഷൈ ആയിട്ട് തോന്നുന്നു. അതെ, ഷൈ ക്യാരക്ടറാണ്. ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ ഈ മൂവി മൊത്തത്തിൽ നോക്കുമ്പോ ഇപ്പൊ ജെൻസി എന്ന് പറയുമ്പോ തന്നെ അറിയാലോ, കുറെ ടാബൂസ് ഉണ്ട് ജെൻസി എന്ന് പറയുമ്പോ. ലൈക്ക് ഇപ്പൊ പാരന്റ്സ് ആയിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, ഫോൺ എന്ന് പറയുന്ന ഒരു ലോകത്താണ്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മൂവിയിൽ വരുന്നുണ്ടോ? അങ്ങനത്തെ കാര്യം എന്ന് പറഞ്ഞാ അത് ഞാൻ പറയൂല, മൂവി കാണണം. എന്തെങ്കിലും മൂവിനെ പറ്റിയിട്ട് ലൈക്ക് എന്തായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓഡിയൻസ് എന്ന നിലയില്? നമുക്ക് നമ്മുടെ ലൈഫിൽ ഇപ്പം എന്തൊക്കെയാണ്, ഇപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ ഫാമിലിയിലും ഒരേപോലെ ഭയങ്കര സ്നേഹം, ഭയങ്കര അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം അതേപോലെ ഡിഫറെൻറ്റ് ഫാമിലീസ്